ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കൊല്ലുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് ഒട്ടും പുറത്തു പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഇതിൻ്റെ മാംസത്തിന് തുണ്ടും കൂടും. ജലാംശവും രക്തവും ഇതിനകത്ത് ഈ മാംസപിണ്ഡത്തിനകത്ത് നിലനിർത്തുകയാണെങ്കിൽ ഒരു 300 ഗ്രാം വേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു കിലോ ഭക്ഷണം കൊടുക്കേണ്ടത് 600 ഗ്രാമിൻ്റെ ആവശ്യമാണ്. 600 ഗ്രാം മറ്റൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇരട്ടിയോളം ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ കെമിക്കൽ കൊടുക്കുന്നത്. നമ്മളറിയുന്നില്ല ഇത് ഈ ജീവിയുടെ എല്ലാ പോഷകങ്ങളും നമുക്ക് നിന്ന് കഴിയുന്നു. അപ്പോൾ അതാണ് നമ്മൾ പിടിച്ച് രുചിയോടുകൂടി നടത്താക്കുന്നത്. നമ്മൾ പ്രിയമുള്ളവരെ ഈ ഇറച്ചി കഴിപ്പ് സ്ഥിരമാക്കിയിട്ടുണ്ടെങ്കിൽ രോഗിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല ആൾക്കാരും തന്നെ കാണാൻ പറ്റുന്നത് ഈ ശാരീരിക പ്രശ്നം, രോഗങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല ശാരീരിക പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അവർക്ക് തൂക്കം കൂടുന്നു, മുട്ടുവേദനയാണ്. പക്ഷേ ഞാൻ അവരുടെ മെരുവെടുക്കും, ഒരാളും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മെരുവെടുക്കുമ്പോൾ അവർ അമിതമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് സമയം കുറവായിട്ട് ഞാൻ ഇത്രയും മാത്രമേ ഇതിനെക്കുറിച്ച് പറയുന്നത്. കഴിക്കാവുന്ന 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. കഴിവുള്ള കാര്യങ്ങൾ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഏറ്റവും പ്രാധാന്യ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ മുലപ്പാൽ തന്നെയാണ്. കുട്ടികൾക്ക് മുലപ്പാൽ നിഷേധിക്കുന്നത് ഏറ്റവും വലിയ തിന്മയാണ്. ഒന്നത് അത് കഴിഞ്ഞ് മുലപ്പാൽ കഴിഞ്ഞ് സെക്കൻഡറി ഫുഡിലേക്ക് പ്രവേശിക്കും. രണ്ടാമത്തെ ഭക്ഷണം എന്താണ്? പച്ച സാധനങ്ങളാണ്. എന്താണ് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നത് വെച്ചാൽ അതൊക്കെയാണ്. ഏറ്റവും പ്രധാനം ഫ്രൂട്ട്സാണ്. നമ്മളെല്ലാം ആക്ച്വലി ഫുഡേറിയാണ്. ഫ്രൂട്ട്സ് കഴിച്ച് ജീവിക്കേണ്ട ശരീരപ്രകൃതിയാണ് നമ്മുടെ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 29-ാം വാക്യം 30 വാക്യം നോക്കുമ്പോൾ കായികനികൾ ഭക്ഷിച്ച് വിത്തുള്ള സസ്യങ്ങൾ കായികനികൾ ഭക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന പ്രകൃതമാണ് നമ്മളത്. നമ്മൾ പെട്ടെന്ന് കൈവിട്ടെല്ലാം മാറി നിന്ന് അവസാനം തന്നെ രോഗിയായി കഴിയുമ്പോൾ കൈമാറി പ്രാർത്ഥിക്കുകയാണ്. പരമാവധി ധാന്യങ്ങൾ അത് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ ജോലി ചെയ്യാതെയും ധാരാളം ജോലിയും ചെയ്യുന്ന രീതി ഇപ്പോഴുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഭക്ഷണം കഴിക്കും, പക്ഷെ അതുപോലെ ജോലി ഇന്ന് അതേപോലെ ഭക്ഷണം കഴിക്കും, പക്ഷെ ജോലി ചെയ്യുന്നില്ല. അവസാനം നേരം വയറും ചാടി കണ്ണും കണ്ടി നടക്കാനും വയ്യ. ആ രോഗങ്ങൾ വെച്ച് 30-40 വയസ്സിന് വേണ്ടി രോഗമില്ലാത്ത ആരുണ്ട്? ആ അവസ്ഥ ഷുഗറൊക്കെ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് തൊട്ട് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പള്ളിയിലായിരുന്നു. ആ പള്ളിയിൽ ആദ്യം ഈ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആദ്യം കൊണ്ടുവരുന്നത് മധുരമില്ലാത്ത ചായ. കാരണം കൂടുതൽ ആൾക്കാർ മധുരമില്ലാത്ത ചായ കുടിക്കുന്നത്, എല്ലാവർക്കും ഷുഗറാണ്. പിന്നെ വേണ്ടത് ചോദിച്ച് മധുരമുള്ള ചായ വാങ്ങിച്ചു കുടിക്കുക. ആ സ്ഥിതിയിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. ഷുഗർ എല്ലാവർക്കും ഷുഗറാണ്. ശരീരത്തിൻ്റെ ക്രമം തെറ്റിയുള്ള ജീവിതശൈലി, ഭക്ഷണവും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ക്രമം തെറ്റി ഭക്ഷിക്കുന്ന ആൾക്കാർക്ക് സമയം ഉറങ്ങാൻ പറ്റുന്ന സമയത്ത് എഴുന്നേക്കാറുണ്ട്. സമയത്ത് എഴുന്നേക്കാറുണ്ട്, സമയത്ത് പ്രാർത്ഥിക്കും. ഇതൊക്കെ ആധ്യാത്മികമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. ഈ കൂടുതൽ ഇറച്ചിയൊക്കെ കഴിക്കുന്നവർക്ക് ശരീരത്തിൻ്റെ ചൂട് കൂടും, ഗ്രോസ് എനർജിയാണ്. ആധ്യാത്മിക സയന്റിഫിക്കായിട്ട് പറയുന്നത് അതിൻ്റെ കളർ റെഡ് കളറാണ്. ആ എനർജിയുടെ കളർ റെഡാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് ഗോൾഡൻ കളറാണ്. വയലറ്റ് ഗോൾഡൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഈ 2 കളറും യഥാർത്ഥത്തിൽ വൈവിധ്യങ്ങളാണ്. ഗോൾഡൻ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഗോൾഡനുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഗ്രേയിഷ് റെഡ് കാണാൻ ചേർന്ന് ക്യാൻസർ എനർജിയാണ് ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയും അമിതമായ ഇറച്ചി രീതിയും തീർച്ചയായിട്ടും വൈരുദ്ധ്യമാണ്. ക്രിസ്ത്യാനികൾക്ക് കഴിയുമോ എന്ന് പലരും ചോദിച്ചേക്കാം. നിങ്ങളൊക്കെ കുടുംബയോഗം കൊണ്ടുവരാണ്. നിങ്ങൾക്കറിയാമോ, ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരെ ഡെസ്കിൽ കെട്ടിയിട്ട് ഈ പറങ്ങി നേതാക്കന്മാർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു കാര്യം എന്നോട് പറയാം, ഇവിടുത്തെ നമ്മുടെ ക്രൈസ്തവ പുരോഹിതന്മാരെ പോർച്ചുഗീസുകാർ ഈ കട്ടിൽ ഇതിൻ്റെ ഡെസ്കിൻ്റെ കാലിലിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, കെട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി അതറിയാമോ? ഇറച്ചി കഴിപ്പിക്കാൻ വേണ്ടി. നിങ്ങളുടെ വിചാരം പണ്ടോട്ടേ നമ്മൾ കുറേ ഇറച്ചിയെ കഴിക്കുന്നവർ, അങ്ങനല്ല. ഇവിടുത്തെ പാരമ്പര്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വെജിറ്റേറിയൻ ആയിരുന്നു. 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് നമ്മൾ ഇറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും പോർച്ചുഗീസുകാരുടെ സ്വാധീനം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കുടുംബയോഗം കൂടുമ്പോൾ പുരാതന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്ന് പറയണം.
നിങ്ങൾക്കറിയാം ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പം ചക്കയാണ്. ഈ അടുത്തിടയ്ക്ക് ചക്കയെ കുറിച്ച് പഠനം നടത്തി ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി ചക്കയാണെന്ന് കണ്ടത്. അതുകൊണ്ട് ചക്ക വിഭവങ്ങൾ പ്രത്യേകിച്ച് ചക്ക കുരു എടുക്കുമ്പോൾ അതിനകത്ത് ഒരു പാറയുണ്ട്. കാരണം ഇതൊരു ബ്രൗൺ കളറിലുള്ള ഇവിടെ മിക്കവാറും പറയുന്നത് അതിനാണ് ചുരത്തിക്കളയും. ഒരു കാരണവശാലും ചുരത്തിക്കളയരുത്. അത് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് അതിനകത്തുണ്ട്. ഇത് മൊത്തത്തിൽ ഇത് പഴം ഇത് ചക്ക ഏതൊക്കെ വിഭവമാക്കി അകത്താക്കാം എല്ലാം നമുക്ക് ഭക്ഷണമാക്കി കഴിക്കാൻ പറ്റും. ഫ്രൂട്ട്സ് എന്നൊക്കെ പറയാം എല്ലാവരും മനസ്സിലിരിക്കുന്നത് ആപ്പിള്, ഓറഞ്ച് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ മൈക്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയിൽ നമുക്ക് തൊട്ട് എടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യുത്തൊക്കെയുള്ള അതൊക്കെയാണ് നമ്മുടെ ഭക്ഷണം. അതുകൊണ്ട് മീൻ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്ഷണമല്ല. എല്ലാവരും കടലില്ല, നമ്മൾ മീൻ നമ്മുടെ ഭക്ഷണമല്ല. കടലിൽ താമസിക്കുന്നവർക്കാണ് മീൻ ആവശ്യം. പലപ്പോഴും കഴിച്ച കുഴപ്പമില്ല, മീനില്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത് പറയാണ്. നമ്മുടെ ചുറ്റത്തിൽ ഉണ്ടാകുന്ന എന്തൊക്കെയാണ് അതാണ് ശരിക്കും ഭക്ഷണമാണ് മൈക്രോബയോട്ടിക്സ് പറയുന്നത്. അതുകൊണ്ട് ചക്ക അങ്ങനെയുള്ളതാണ്. ആകെ പോലും എവിടുന്നേണ്ടും വരുന്നത് ചക്കയെ ഒഴുകുമ്പോൾ നമ്മൾ സംഭവം പറയാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇതേപോലെ ശ്രദ്ധ വെച്ചാൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ ചികിത്സാ ചെലവ് 90% കുറയും. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഉപയോഗിക്കും. ശ്രദ്ധയോടെ ജീവിക്കുക. 90 വയസ്സുള്ളവരുടെ നല്ല ആരോഗ്യമുള്ളവരെ നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും കുറഞ്ഞ് താമസിക്കണം. ഇങ്ങനെയൊക്കെ നിശ്ചയോടുകൂടി നിങ്ങൾ ജീവിക്കാൻ സാധ്യമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സമയം അഭിനയിച്ചിട്ടുണ്ട്. അത്രയും സമയം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എല്ലാവർക്കും നിങ്ങളെ കഴിയുമെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ ഉറപ്പിച്ച് കഴിക്കുമ്പോഴുള്ള വിത്തുകളൊക്കെ അറിയാമല്ലോ, പയർ ഇങ്ങനെയൊക്കെയുള്ള ഉരുപ്പിച്ച് കഴിക്കാൻ സാധനം തലേന്ന് കെട്ടിവെച്ചാൽ 300 ഇരട്ടി ശക്തിയാണ് ഉള്ളത്. അതിലടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ റീജനറേഷൻ സാധ്യതയുള്ളതാണ്. ഉപകരണക്കാരൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുതിയ സെല്ലുകൾ വരാൻ സാധ്യതയുണ്ട്. റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ്. ലോകത്ത് ഒരു പ്രോഡക്റ്റും ഇല്ല, ഒരു മരുന്നിന് പുതിയ സെല്ലുണ്ടാക്കാൻ കഴിയില്ല. അത്തരം ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കും. ഒരു പിടി മതി. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പച്ചയായിട്ട് മുളപ്പിച്ചിട്ടുള്ള മരുന്ന് കഴിക്കണം. പിന്നെ ഒരു ഭക്ഷണം കഴിക്കണം. ചായ വളരെ കുറയ്ക്കുക. എനിക്കറിയാം ചായ അതിന് ഈ തേയില തോട്ടങ്ങളിൽ 4-5 പ്രാവശ്യമാണ് ഈ ജീവികൾ വന്ന് നിർത്താതിരിക്കാൻ വേണ്ടി അതിനകത്ത് അതീവ വലിയ വിഷമം കഴിക്കുന്നത്. അത് പിന്നെ ഒന്നും ചെയ്യുന്ന കഴിവുകളിലൊന്നുമില്ല. അതുപോലെ പറഞ്ഞുകൊണ്ട് വിഷനകത്ത് ഉണങ്ങി ഒഴിച്ചാണ് ചായ തരുന്നത്. അതുകൊണ്ട് ചായ അതിനുമായി കുടിക്കരുത്. ചായ ഇലയായപ്പോൾ നല്ലതെന്ന് പറയുന്നെങ്കിലും കെമിക്കൽ വളരെ കൈയാണ് ഉണ്ട്. രാവിലെ വൈകിട്ട് ചായ പലപ്പോഴും ചായ കുടിച്ചു ഒഴിവാക്കിയൊന്നും വരാനില്ല. കാരണം ചായ തന്നെയാണ്. കാരണം ആൾക്കാർക്ക് ചായ കുടിച്ചാലേ തലവേദന അതുകൊണ്ടാണ്.
പശുവിന് മുന്നിട്ട് കൊടുത്തു, അത് മണത്തിൻ്റെ കഴിക്കുന്നു. നമുക്കാണെങ്കിൽ എല്ലാ രൂക്ഷഘട്ടങ്ങളാണ്. ആദ്യം ഇറച്ചിയെടുത്ത ഒരു കറി, അതിൽ നിന്ന് ചാറ പൊടി എടുത്തിട്ടാണ് വാങ്ങുന്നത്. ഇത് പിന്നെ കഴിക്കാനുള്ളതാണ് പൊരിക്കും, പിന്നെ കഴിക്കും. ഇത് തീരുന്നത് വരെ സ്ത്രീകളുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് അവരെ കുറേ ഭക്ഷണം ഉണ്ടാക്കി അധികം വരുന്നതല്ല അവരെ കഴിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആശുപത്രി വാങ്ങിച്ചു രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി പിറ്റേന്ന് രാവിലെ സാധനങ്ങളില്ല ബാക്കി വരുന്നതോ ആകെ എക്സസൈസ് എടുക്കുന്നത് ഈ ഭാഗം ഞം 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 അവസാനം വരെ ആശുപത്രി തുടങ്ങാൻ സമയമില്ല. അതേപോലെ പവിത്രമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥന പോലെ ഭക്ഷണത്തെ കാണുക. ആരോഗ്യമുള്ള ഒരു വ്യക്തി മാത്രമേ ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാക്കാൻ പറ്റൂ. ആരോഗ്യമുള്ള കുടുംബത്തിനെ നല്ലൊരു സമൂഹം ഉണ്ടാക്കാൻ പറ്റൂ. രാജ്യത്തിന്റെ നിലനിൽപ്പ് അവിടെയുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് അവസരം നൽകാൻ പ്രത്യേകം ജഗദീശൻ അറിയിക്കുന്നു. താങ്ക് യു. ഇനി പ്രോഗ്രാം